ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണെങ്കിൽ ഫോണിലിരുന്ന് നയനയ്ക്ക് ആ ഒരു അവാർഡ് കിട്ടിയത് ആസ്വദിച്ചിരുന്ന് കാണുകയാണ് കേട്ടോ. ആസ്വദിച്ചിരുന്നെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷത്തോടു കൂടി നന്നായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെയാണ് കാണുന്നത്. അപ്പോഴേക്കും അല്ലേ അനാമിക ആ വഴി വരുന്നത്. അപ്പൊ അനാമിക നോക്കുമ്പോഴത്തേക്കും ദേ നയനയുടെ ഫോട്ടോ എടുത്ത് ആസ്വദിച്ച് കാണുന്നു. അനാമികയ്ക്ക് സഹിക്കുവോ? അനാമികയുടെ മനസ്സടങ്ങിയിരിക്കുവോ? ഓഹോ, അനാമിക അങ്ങോട്ട് ചെന്നില്ലേ. എന്നിട്ട് നമ്മുടെ അനാമിക ചോദിച്ചു, ഓഹോ ആസ്വദിക്കുകയാണല്ലേ, നോക്കിയിട്ടും നിനക്ക് മതിയാവുന്നില്ലല്ലേടാ. അതെങ്ങനെ മതിയാവുന്നില്ല. എന്ത് രസമാ ഏടത്തെ അവാർഡുമായിട്ട് നിൽക്കുന്ന ഈ ഫോട്ടോ കാണാനായിട്ട്. അതിപ്പോ TV-യിൽ കാണിച്ചല്ലോ, അപ്പൊ വന്ന് കാണാതിരുന്നത് എന്താ? ഓ, അതും ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു. എന്നിട്ടും മതി വരാത്തത് കൊണ്ടാണോ നീ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതെ, എന്നിട്ടും എനിക്ക് മതി വന്നില്ല. നിനക്കെന്താ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. അനിയത്തെ അവാർഡ് മേടിച്ചതെങ്കിലും അതിന്റെ അത്ര അഹങ്കാരം അവളുടെ ചേച്ചിക്ക, നവ്യക്ക്. എടാ, നീ ന്യൂസ് കണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് അവിടെ എവിടെയെങ്കിലും നിന്റെ വല്യമ്മേനെ കണ്ടോ? കാണത്തില്ലടാ, കാണത്തില്ല. അങ്ങനെയാടാ, അന്തസ്സുള്ളവരാരും ഇതൊന്നും കാണാൻ വേണ്ടി പോകില്ല. അതുപോലെ വല്യമ്മ പോയി കാണില്ല. പിന്നെ വല്യമ്മ പോയതുകൊണ്ടാ ഏടത്തെ ആ ഫംഗ്ഷനിൽ പങ്കെടുത്തത്. എന്നിട്ട് നിന്റെ വല്യമ്മ എവിടെയെന്നാ ഞാൻ ചോദിച്ചത്. അവയുടെ മേടിച്ചത് കണ്ടിട്ടായിരിക്കും വല്യമ്മ അവിടെ നിന്ന് പോയത്. അല്ലാതെ ഏടത്തി ഒരിക്കലും അവാർഡ് മേടിക്കില്ല. പിന്നെ അതൊക്കെ അവളുടെ നാടകമാ. ഏത് 4ാം കിട അവാർഡ് ആര് കൊടുത്താലും അത് അവള് പോയി മേടിക്കും. അത് ഉറപ്പുള്ള കാര്യം തന്നെയല്ലേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത് നിന്റെ ഏട്ടൻ തരപ്പെടുത്തി കൊടുത്താണോന്ന് എന്റെ സംശയം. അത് തന്നെ ആയിരിക്കും. ആദർശേട്ടനും ചാനലുകാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണല്ലോ. ജ്വല്ലറിയുടെ ധാരാളം പരസ്യങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ ആൻമരിയ വല്യമ്മയുടെ കൂട്ടുകാരിയുടെ മോള് തന്നെയാ. ഈ കുടുംബമായിട്ട് അടുത്ത ബന്ധവും ഉണ്ട്. അപ്പൊ പിന്നെ നയനെ അറിയാലോ. പിന്നെ വല്യമ്മ അറിയാതെ അവരെ നിന്റെ ഏട്ടൻ സ്വാധീനിച്ചു കാണും. അങ്ങനെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ആരുടെയും കാല് പിടിക്കുന്ന ആളല്ല എൻ്റെ ഏട്ടൻ. എൻ്റെ ഏട്ടന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അർഹിക്കുന്നത് മാത്രം കൈ നീട്ടി മേടിക്കണമെന്നാണ് ഞങ്ങളുടെ മുത്തശ്ശൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഓ, 2 മരുമക്കൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമേ ആ മുത്തശ്ശന്റെ ആഗ്രഹങ്ങളും വാക്കുകളൊക്കെ കാലഹരണപ്പെട്ടു. അതൊന്നും ഈ വീട്ടിനകത്ത് ഇനി നടക്കില്ല. എന്നാ പിന്നെ ഏടത്തിക്ക് അവാർഡ് കിട്ടിയതല്ലേ, അത് ചൂടോടെ അയച്ചു കൊടുക്ക് അവളുടെ അനിയത്തിക്ക്. അതല്ലേ നിന്റെ ആഗ്രഹം. അങ്ങനെയെങ്കിലും അവളോട് മിണ്ടാലോ, സംസാരിക്കാലോ. അതാണല്ലോ നിന്റെ സന്തോഷം. അതെ, കഴിവ് കെട്ട് നീ കഴിവുള്ള എൻ്റെ ഏടത്തി അനുകരിക്കാൻ നോക്ക്, അതുപോലെ അനുസരിക്കാനും നോക്ക്. അത് നീ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് വന്നിട്ട് അവരോട് പറഞ്ഞാൽ മതി ഇതൊക്കെ. അല്ലാതെ എന്നോട് പറയണ്ട, എന്നോട് ഇങ്ങനെ സംസാരിക്കണ്ട. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ സ്ഥാനം പോലും ഞാൻ നിന്റെ ഏടത്തിമാർക്ക് കൊടുത്തിട്ടില്ല. അതെ, ഞാൻ എൻ്റെ ഭാര്യയ്ക്കും കൊടുത്തിട്ടില്ല. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് മൃഗങ്ങളുടെ സ്ഥാനം പോലും കൊടുത്തിട്ടില്ല. ഒരു മൃഗത്തെ കൊണ്ട് പോലും ഉപമിക്കാൻ നിന്നെ പറ്റില്ലടി എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് കാലി വന്ന് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ അനി ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് പോയി. അനാമികയ്ക്കാണെങ്കിൽ ദേഷ്യം വരികയാണ് കേട്ടോ. അവിടെയും തോറ്റു പോയല്ലോ അനാമിക. വാക്കുകൾ കൊണ്ട് പോലും നമ്മുടെ അനാമികയ്ക്ക് ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയും നയനയാണ് കേട്ടോ. അപ്പൊ അവർ രണ്ടുപേരും ഒരു കാറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ കാറ് നിർത്തിയിട്ട് രണ്ടുപേരും ഇറങ്ങി വരികയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ദേവയാനി പറഞ്ഞു, ഇനി മോള് ഓഫീസിലേക്ക് പൊക്കോ, ഞാനൊരു വണ്ടി വിടാൻ വേണ്ടി പറയാം, അതിൽ ഞാൻ പൊക്കോളാം. അത് പിന്നെ ഞാനൊരു ഓട്ടോയിൽ പൊക്കോളാമേ. വേണ്ട, മോള് ഈ വണ്ടിയിൽ തന്നെ പോയാൽ മതി, ഞാൻ വേറെ വണ്ടി വിളിച്ച് പൊക്കോളാം. അല്ല, എന്തിനാ അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇത് വാശിയൊന്നുമല്ല മോള്. ആര് പറഞ്ഞു വാശിയാണെന്ന്? മോൾ അവാർഡുമായിട്ട് ചെല്ലുന്നതാരാൻ എൻ്റെ മോൾ കാത്തിരിക്കുക, അത് പറയുകയും ചെയ്തില്ലേ. അപ്പൊ പിന്നെ എത്രയും പെട്ടെന്ന് മോൾ അവിടെ എത്തണ്ടേ. മോൾ എത്തിയില്ലെങ്കിൽ ശരിയാണോ? സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. അതുകൊണ്ട് അമ്മയ്ക്കൊന്ന് ക്ഷേത്രത്തിൽ പോകണം, ഒന്ന് തൊഴണം, ഭഗവാന് ഒരു കാണിക്ക ഇടണം. ഇപ്പം 4 മണിയാകുന്നു. ഇപ്പം നട തുറന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പുറത്ത് നിന്ന് പ്രാർത്ഥിക്കാലോ, ദൈവത്തിനോട് നന്ദി പറയാലോ. അത് പിന്നെ ഞാനും കൂടി വരായിരുന്നു അമ്മേ. ഇനി അതിനുള്ള സമയമുണ്ടോ? ഇനി അതിനുള്ള സമയമൊന്നുമില്ല. ആദർശന് എന്തിനാ വെറുതെ സംശയത്തിനുള്ള ഇടം കൊടുക്കണത്? അതിന്റെ കാര്യമുണ്ടോ? എങ്കിൽ പിന്നെ അമ്മേ ഞാൻ പോയിട്ട് വരാം. എങ്കിൽ പിന്നെ മോള് പോയിട്ട് വാ, ശരി എന്നാല് എന്ന് പറഞ്ഞ് ടാറ്റാ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ നയന വേറൊരു വഴിക്ക് പോകുന്നു, ദേവയാനി വേറൊരു വഴിക്ക് പോകുന്നു. അവിടെയാണെങ്കിൽ ആദർശ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഭാര്യ വരുന്നത് നോക്കി.
പിന്നെ കാണിക്കുന്ന ആദർശിനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ആദർശന്റെ അടുത്തേക്ക് ആ മൊമെന്റോ കൊണ്ടുപോവാ. അപ്പൊ ആദർശ കാണട്ടെ ഇതൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞത് നോക്കിയിട്ട് അതിനൊരു ഉമ്മ കൊടുക്കാണ് കേട്ടോ, ആ ഒരു അവാർഡിന്. എന്നിട്ട് നമ്മുടെ ആദർശ് പറഞ്ഞു, അതെ, ഈ അവാർഡിന് മാത്രം ഉമ്മ കൊടുത്താൽ പോരല്ലോ, ഈ അവാർഡ് മേടിച്ച ആൾക്കും ഒരു ഉമ്മ തരണ്ടേ, അതിനുള്ള അർഹത അവർക്കും ഇല്ലേ, അയാൾക്കും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനയുടെ നെറ്റിയിൽ ഒരു ചുംബനം തന്നെ നമ്മുടെ ആദർശ് കൊടുക്കാണ് കേട്ടോ. ഭയങ്കര ഒരു കിടിലൻ സീൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നയന ചിരിച്ച വളരെ സന്തോഷത്തോടു കൂടി മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. ആദർശന് അതിലും വലിയ സന്തോഷമാണ്. അങ്ങനെ നമ്മുടെ ആദർശ് പറഞ്ഞു, അവാർഡ് കിട്ടിയപ്പം എന്നെ മറന്നല്ലേ? അയ്യോ ആദർശേട്ടൻ എന്താ അങ്ങനെ പറയുന്നത്? അത് പിന്നെ അവര് പാർട്ടി നടത്തുമ്പം അതിൽ പങ്കെടുക്കാതെ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ? അല്ല, പാർട്ടിയിലൊന്നും അമ്മ പങ്കെടുത്തില്ലേ? ഞാൻ അമ്മേനെ കണ്ടില്ലല്ലോ. അത് പിന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവാർഡ് മേടിക്കുന്നവരെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ പൊടി പോലും കണ്ടില്ല. നീ നിർബന്ധിച്ച് അമ്മേനെ അവിടെ വരുത്തേണ്ട ദേഷ്യം അമ്മയ്ക്ക് കാണുമായിരിക്കും, അത് ഉറപ്പായ കാര്യമല്ലേ ആദർശേട്ടാ. എന്തായാലും എന്റെ ആഗ്രഹം സാധിച്ചല്ലോ. അവാർഡ് മേടിക്കുന്നത് വരെ അമ്മ അവിടെ സദസ്സിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞല്ലേ അമ്മേനെ കാണാത്തത്. WCSന്റെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാ നമ്മുടെ അമ്മ. അവരുടെ എല്ലാ പ്രോഗ്രാമിലും അമ്മയുടെ സജീവ സാന്നിധ്യം ഉള്ളതാണ്. ആ നിലയ്ക്ക് നീയും അമ്മയും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നെങ്കിലേ ഇന്ന് നിന്നെ പോലെ തന്നെ അമ്മ അവിടുത്തെ താരമായിരുന്നേനെ. അമ്മയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ മരുമകളെ കാട്ടിത്താലും ഉയർത്തിപ്പിടിച്ച് നിൽക്കാനും പറ്റിയേനെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പോഴും അതിനൊക്കെ വേണമെങ്കിൽ പറ്റൂലോ. അമ്മ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ ആദർശേട്ടാ. ഇനിയിപ്പൊ എങ്ങനെയാ നിന്നെ അമ്മയും കൂടെ ഒന്നിപ്പിക്കുന്നതെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട, അതിനി നടക്കുന്ന കാര്യമല്ല. അല്ല, നിനക്ക് നല്ല ബുദ്ധിയല്ലേ, അപ്പൊ പിന്നെ നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ലേ നയന? ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ ഈ ഒരു കാര്യം ഒഴിച്ച് മറ്റെന്തോ ആദർശേട്ടൻ പറഞ്ഞു ഞാൻ സാധിച്ചു തരാം. പക്ഷെ ഇവിടെ ഞാൻ എല്ലാ അർത്ഥത്തിലും തോറ്റുപോയി. അല്ല, ഇപ്പൊ നിനക്ക് അവാർഡ് കിട്ടി നയന, നീ മികച്ച ഡിസൈനറായി, അതൊക്കെ സന്തോഷമുള്ള കാര്യമാണെങ്കിലും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ് എന്താണെന്ന് അറിയോ? അതെന്താ ആദർശേട്ടാ? അത് വേറൊന്നുമല്ല, നീയും അമ്മയും തമ്മിൽ ഒന്നിക്കുന്ന ആ ഒരു ദിവസം, അതാ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കുന്ന ആ ഒരു ദിവസം. അടുത്ത നൂറ്റാണ്ടിൽ ചിലപ്പോൾ അത് നടക്കുമായിരിക്കും. ചില നേരത്തെ എനിക്ക് തോന്നാറുണ്ട്, നീയാണ് അമ്മേനെ സഹായിച്ചതെന്ന് ഒച്ചത്തിൽ വിളിച്ചു പറയാന്. പക്ഷെ ഞാൻ ഒരുപാട് നിയന്ത്രിച്ചാ മുന്നോട്ടേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ അങ്ങ് പോയാൽ മതി കേട്ടോ. ഒരു കാരണവശാലും അമ്മ സത്യം അറിയാൻ പാടില്ല. അമ്മ അറിഞ്ഞാലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതെന്താ അങ്ങനെ നീ പറഞ്ഞത്? അല്ല, നിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ അമ്മ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ആദർശേട്ടാ. എന്നെ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ വേണ്ടിയിട്ട് എനിക്ക് പലതും ചെയ്തു തരും അമ്മ. അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനപ്പുറം ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും എന്നോടില്ല. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ആദർശേട്ടൻ എന്റെ പുറകെ വരുമോ എന്ന് ഓർത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്ത് ചെയ്യാനാ? ഏതായാലും അമ്മയ്ക്ക് ഭയങ്കര വാശിയായിരുന്നു അവാർഡ് മേടിക്കാൻ വരില്ല എന്ന്, അവാർഡ് മേടിക്കുന്ന കാണാൻ വരില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാശി പിടിച്ച് അമ്മായിയമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോയത്. അതെ നയനെ, നിന്റെ അവാർഡ് കാണാൻ ഇവിടെ സ്റ്റാഫുകളൊക്കെ കാത്തിരിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നേ, നമുക്ക് ഇന്നും കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവാർഡുമായിട്ട് അവിടെയുള്ള സ്റ്റാഫുകളുടെയൊക്കെ അടുത്തേക്ക് നമ്മുടെ നയനെയും കൂട്ടിക്കൊണ്ട് ആദർശ് ചെല്ലുക. എന്നിട്ട് നമ്മുടെ ആദർശ്, ഹലോ, ബെസ്റ്റ് ഡിസൈനർ എത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ക്ലാപ്പ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ അഭി അവിടെ ഉണ്ടായിരുന്നു. അഭിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, അഭിയുടെ മുഖം എങ്ങോട്ടേക്കോ പോവുകയാണ്. അപ്പൊ ആദർശ് പറഞ്ഞു, എല്ലാരും TV-യിൽ നയന അവാർഡ് മേടിക്കുന്നത് കണ്ടല്ലോ. നമ്മുടെ ഈ ജ്വല്ലറിക്ക് അവാർഡ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട അവാർഡായിരുന്നല്ലോ. ആദ്യമായിട്ടാണ് ഒരു ബെസ്റ്റ് ഡിസൈനർ എന്ന പേരിലാണ് നമ്മുടെ കമ്പനിയിൽ ഇങ്ങനെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചില്ലറ കാര്യമല്ല. എൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ. എൻ്റെ ഭാര്യ അതിനൊരു നിമിത്തമാകുമ്പം ഈ ഒരു അംഗീകാരത്തിന് ഇരട്ടി മധുരമൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അഭിയാണെങ്കിൽ, എൻ്റെ ഈശ്വര, ഇതൊക്കെ അറിയുമ്പം എൻ്റെ അമ്മ എങ്ങനെ സഹിക്കും എന്തോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അതിനിടയിൽ വേറൊരു സ്റ്റാഫ് പറയുകയാണ്, അതെ, ഇതൊക്കെ നല്ലൊരു പരസ്യമല്ലേ നമ്മുടെ ജ്വല്ലറിക്ക്. അപ്പോഴത്തേക്കാണ് നമ്മുടെ നയനയല്ല ആദർശ് പറഞ്ഞത്, അത് പിന്നെ പവിത്രയും അതിന് ശ്രമിക്കണം. പവിത്രയാണല്ലോ ഇവിടുത്തെ ആദ്യത്തെ ഡിസൈനർ. അപ്പൊ അതുകൊണ്ട് തന്നെ പവിത്രയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവാർഡ് മേടിക്കാൻ വേണ്ടി പരിശ്രമിക്കണം എന്ന് പറയാം. അപ്പൊ അവിടെ നിൽക്കുന്നവരൊക്കെ ഓരോന്നിങ്ങനെ ഡിസ്കസ് ചെയ്യാണ് നമ്മുടെ നയനയെ കുറിച്ചും ജ്വല്ലറിനെ കുറിച്ചും, അതുപോലെ നയനയെ വെച്ച് ഇനി പരസ്യം ചെയ്യുന്നതിനെ കുറിച്ചും, നയനമ്മയുടെ പരസ്യത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഡിമാൻഡ് ഉണ്ടാകും എന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും അഭി ഇങ്ങനെ സന്തോഷമില്ലാതെ നിൽക്കുമ്പോൾ ആദർശ് ചോദിക്കുക, എന്താ അഭി നിനക്കൊരു സന്തോഷം ഇല്ലാത്തത്? ആര് പറഞ്ഞു എനിക്ക് സന്തോഷമില്ലെന്ന്? ഏട്ടത്തിലൂടെ നമ്മുടെ കമ്പനി വളരുന്നത് നല്ലതല്ലേ?
ആ അങ്ങനെ വളരുന്ന കമ്പനിയെ നീ പിടിച്ച് താഴെ ഇടാതിരുന്നാ മതി. അങ്ങനെ വളർത്തിക്കൊണ്ട് തന്നെ വരണം. ഞാൻ പിന്നെ വളർത്തിക്കൊണ്ട് വരാതെ? എനിക്ക് നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ പവിത്ര അഭിയോട് ചോദിച്ചത്, അല്ല സാറിന്റെ വൈഫിന് ഇങ്ങനെ കഴിവുകളൊന്നുമില്ലേ? പിന്നെ അവള് വലിയ ഡിസൈനറാ, കുടുംബം എങ്ങനെ തകർക്കാം എന്നതാണ് അവളുടെ വലിയ ഡിസൈൻ. അതില് അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതാ പോയ അവളുടെ അനിയത്തി പോലും. അപ്പോഴത്തേക്ക് വേറൊരു സ്റ്റാഫ് പറഞ്ഞു, അതല്ല സാറേ, ഈ നയന മേഡത്തിന്റെ അച്ഛന്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു കഴിവ് കിട്ടിയത്. അപ്പം പിന്നെ മൂത്ത മോൾക്കും കാണണ്ടേ. അവളുടെ കഴിവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതവള് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, കുടുംബം കലക്കുന്നുണ്ട്. ഇനിയിപ്പോ 7-ാം മാസം അവളുടെ വീട്ടുകാർ വന്ന് വിളിച്ചോണ്ട് പോയാൽ പിന്നെ എനിക്ക് പിന്നെ 4-5 മാസം ഒരു മനസ്സമാധാനം കിട്ടും. അല്ല അത് കഴിഞ്ഞ് കുഞ്ഞുമായിട്ടല്ലേ സാറിന്റെ വൈഫ് വരാൻ പോകുന്നതെന്ന് നമ്മുടെ പവിത്ര പറഞ്ഞപ്പോഴത്തേക്കും അഭി പറഞ്ഞു, 50,000 രൂപ ശമ്പളക്കാരൻ എങ്ങനെ ഒരു അമ്മേനെയും കുഞ്ഞിനെ നോക്കുന്നു എനിക്കറിയില്ല എന്ന്. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ അനന്തപുരി തറവാട് കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജലജ പറയുകയാണ് ജാനകിയോട്, അവള് അവാർഡുമായിട്ടേ അവിടെ പോയി കാണും ഓഫീസിലേക്ക്. ഏതായാലും ജൂവലറിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടാണല്ലോ അവള് മികച്ച ഡിസൈനർ ആയത്. അതൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോ അവള് സ്വന്തം വീട്ടിലേക്ക് പോയി കാണും. ഇനി അതിന്റെ പേരിൽ ആദർശ് ഇതിന്റെ പേരിൽ ഫംഗ്ഷൻ നടത്തുമെന്ന എന്റെ പേടി. നടത്തുന്നെങ്കിൽ നടത്തട്ടെ, അതിൽ ഞാൻ പങ്കെടുക്കത്തില്ല. പിന്നെ ജലജ എന്താ പറയുന്നത്, ഞാൻ പങ്കെടുക്കണം എന്നാണോ? ഞാനും അതിൽ പങ്കെടുക്കാൻ പോകുന്നില്ല എന്ന് നമ്മുടെ ജാനകിയും പറയാണ്. അപ്പൊ ഇതേ സമയത്താണ് കേട്ടോ പെട്ടെന്നൊരു വണ്ടി വന്ന് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ നിൽക്കുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ ദേവയാനി വന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഇനി ദേവയാനി അഭിനയിക്കാൻ തുടങ്ങുകയാണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഇനിയിപ്പോ അഭിനയിക്കണമല്ലോ. അപ്പോഴത്തേക്കാണെങ്കിൽ ജലജ പറഞ്ഞു, ദേ നമ്മൾ കാത്തിരുന്ന ആള് തന്നെയാ വരുന്നതെന്ന്. അതേല്ലോ, ഏടത്തി വന്നല്ലോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഏടത്തിനെ കാത്തിരിക്കുമായിരുന്നു പരദൂഷണം പറയാന്. അങ്ങനെ നമ്മുടെ ജലജ, അയ്യോ കണ്ടു ഞങ്ങൾ കണ്ടായിരുന്നു ന്യൂസില്, ഏടത്തിയുടെ കൂട്ടുകാരിയുടെ മോള് വാതോരാതെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഏടത്തി എങ്ങനെയാ അവിടെ നിന്നത്? അവൾ അവാർഡ് മേടിക്കാനായിട്ട് സ്റ്റേജിലേക്ക് പോയപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിപ്പോയി, എനിക്ക് അതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെ നിന്നില്ല. അപ്പൊ വസന്തര ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അയ്യോ അത് മോശമായി പോയല്ലോ, സ്വന്തം മരുമകൾ അവാർഡ് മേടിക്കുന്നത് ഏതൊരു അമ്മായിമ്മയ്ക്ക് അഭിമാനമായ കാര്യമല്ലേ, അത് കാണാതെ പോവാന്ന് പറഞ്ഞാൽ അതൊരു വലിയ നഷ്ടമല്ലേ. അതുമല്ല, നിന്റെ മരുമകളായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുമ്പോൾ ആ സമയത്ത് നീ ഇറങ്ങിപ്പോവാണോ ചെയ്യേണ്ടത്? അല്ലല്ലോ, ആ സമയത്ത് നീ അവിടെ നിൽക്കണ്ടായിരുന്നോ? അപ്പൊ നമ്മുടെ ജലജ പറഞ്ഞു, ഏട്ടത്തിന് പ്രഷർ ചെലുത്തിയിട്ടല്ലേ ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുപ്പിച്ചത്, അതും അവളുടെ ബുദ്ധിയല്ലേ. അവൾ അവാർഡ് മേടിക്കുമ്പം കാഴ്ചക്കാരുടെ കൂട്ടത്തില് ഏടത്തി വേണമെന്നും അവള് ആഗ്രഹിച്ചു, അത് വാശി പിടിച്ചു, അത് നടത്തിയെടുത്തല്ലോ. അപ്പൊ നമ്മുടെ വസന്തൻ പറഞ്ഞു, അതിലെന്താ തെറ്റ്? അങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴേ ഇവള് തന്നെ അവിടെ മുൻനിരയിൽ ഇരിക്കേണ്ടത്. എന്നാലും എൻ്റെ അമ്മേ, അത്ര നേരം ഇരിക്കാൻ പെട്ട പാടെ എനിക്ക് അറിയത്തുള്ളൂ എന്ന് ദേവയാനി പറഞ്ഞു. അപ്പൊ ജലജ പറഞ്ഞു, ഓരോ ദിവസം കഴിയുന്നോറും മരുമോൾ അമ്മായിമ്മനെ ജയിച്ചോണ്ടിരിക്കുക ഏടത്തി ഇതൊന്നും കാണുന്നില്ലേ, അവൾ ഈ തറവാട്ടിൽ പിടിമുറുക്കി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വസന്തര് പറഞ്ഞു, അങ്ങനെ മുറുക്കിയെങ്കിലേ അതിന്റെ കാരണം നയനമോളുടെ മനസ്സിന്റെ നന്മയാ. നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു കാര്യം നയനമോൾക്കുണ്ട്. സ്നേഹത്തിലൂടെയാ മോൾ എല്ലാവരെയും കീഴ്പ്പെടുത്തുന്നത്. നിനക്കൊന്നും അതിനുള്ള കഴിവില്ലാത്തതും ബാക്കിയുള്ളവരുടെ കുറ്റമാണോ ജലജെ? നീ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ബാക്കിയുള്ളവരെ? അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, എന്റെ മരുമകൾക്ക് മിടുക്കിച്ചിരി കൂടിപ്പോയി, അതുപോലെ സാമർത്ഥ്യവും. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വസന്തര പറഞ്ഞത്, അതെ, ഈ വീട്ടിലുള്ള എല്ലാ ആണുങ്ങളും ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയുന്നവർ തന്നെയാ. പിന്നെ അവരെല്ലാം ബിസിനസ്സിൽ മികച്ചു നിൽക്കുന്നവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ തലച്ചോറും ഉണ്ട്. അങ്ങനെയുള്ളവർ അംഗീകരിച്ച പെൺകുട്ടിയാണ് നയന. അപ്പൊ പിന്നെ ദേവയാനി, ബുദ്ധി വികസിക്കാത്തവരുടെ കൂട്ടത്തിൽ നീയും കൂടെ ചേരരുത്. നിന്റെ ജീവിതത്തിലെ നിനക്ക് നല്ലൊരു ഭർത്താവിനെയും മകനെയും കിട്ടിയെങ്കിൽ അവരെക്കാളൊക്കെ ഒരു പടി മുകളിലാണ് നിന്റെ മരുമകള്. നല്ലൊരു മരുമകളെയും കൂടിയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. നീ അവളെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു ദിവസം വരും. എൻ്റെ മരുമകൾക്ക് മുകളില് വേറെ ആരും ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം. പിന്നെ എനിക്ക് തോന്നുന്നില്ല അവർക്ക് എൻ്റെ മനസ്സ് കീഴടക്കാൻ കഴിയുമെന്ന്. കല്യാണത്തിന് മുന്നേ ഞാൻ വെറുത്തിരുന്നു, എല്ലാവരും വെറുത്തിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇന്നുണ്ടല്ലോ എല്ലാവരും നയനയെ സ്നേഹിക്കുന്നത്. അതുപോലെ തന്നെ നിന്റെ ഈ വെറുപ്പും അലിഞ്ഞ് ഇല്ലാതെയാകും. നിന്റെ മരുമകളെ ആരാധിക്കുന്ന ഒരു ദിവസം നാളെ വരും ദേവയാനി, അത് നീ നോക്കിക്കോ. അപ്പൊ ജലജ ചോദിച്ചു, അതിന് മാത്രം എന്ത് മഹിമയും അവൾക്കുള്ളത്? അവളുടെ മഹിമയും മഹത്വം ഒക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഈ അമ്മയ്ക്കില്ല. ബുദ്ധിയുള്ളവർ അതെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നത്, ഞാനും അറിഞ്ഞമ്മേ അവൾ എല്ലാവരെക്കാളും മുകളിലാണെന്ന്. പക്ഷെ അതെനിക്കിവിടെ പറയാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാണ് കേട്ടോ ദേവയാനി. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പൊ നയന അവാർഡ് മേടിച്ചതും ദേവയാനിയോട് സംസാരിച്ചതും ദേവയാനി കെട്ടിപ്പിടിച്ചതും ഉമ്മ കൊടുത്തതൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ഒരുപാട് സന്തോഷിക്കുകയാണ്. ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ ആലോചിക്കുക, അത് നമ്മളെ കാണിക്കുന്നുണ്ട്.
അങ്ങനെ ചിരിച്ചോണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ആദർശ് കയറി വന്നത്. ആദർശ് കയറി വന്നിട്ട് ഹലോ കിനാവ് കാണുകയാണോ? അത് പിന്നെ കിനാവ് ഒന്നുമല്ല, സാധാരണ ഇതുപോലെയുള്ള അവാർഡൊക്കെ ഓഫീസിൽ വെക്കാറാ പതിവ്. ഇതേതായാലും അങ്ങനെ വേണ്ട. അതെന്ത് പറ്റി ആദർശ് ചേട്ടാ? ഇത് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ വേണം, നമ്മുടെ വീടിന്റെ ഹോളിൽ തന്നെ വെക്കണം. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അതായിരിക്കും ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുടുംബത്തിന് ആദ്യമായിട്ട് കിട്ടിയ അവാർഡാണല്ലോ. അവാർഡ് നിനക്ക് നിന്റെ വീട്ടിൽ കാണിക്കണ്ടേ? കാണിക്കണം, ഒന്ന് കാണിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നു. എന്നാ പിന്നെ അവിടെ ചെന്ന് നിന്റെ അച്ഛനും അമ്മേനെയും കാണിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. അല്ല ആദർശേട്ടാ ഇപ്പൊ ഇറങ്ങുവാണോ? ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാം, സന്തോഷമുള്ള ഒരു ദിവസമല്ലേ, പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാം, പിന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ. അല്ല ആദർശേട്ടാ അമ്മ വീട്ടിലെത്തിയോ? അറിയില്ല, പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല. ഇന്ന് ഫംഗ്ഷന് പങ്കെടുത്തതിന്റെ ദേഷ്യത്തിലായിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണല്ലോ. കിട്ടാനുള്ളത് നമുക്ക് നേരിട്ട് മേടിക്കാം, എന്തിനാ ഫോണിൽ കൂടെ മേടിക്കുന്നത്? അതും കൊണ്ടാ പിന്നെ ഞാൻ വിളിക്കാത്തത്. പിന്നെ ഇടയ്ക്ക് ആൻമേരി എന്നെ ഒന്ന് വിളിച്ചായിരുന്നു, നിന്നെ അവിടെ വിട്ടതിന് നന്ദിയൊക്കെ പറഞ്ഞു, പിന്നെ നിന്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഹേയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ, വേണ്ട, ഞാൻ ഇന്റർവ്യൂ ഒന്നും എടുക്കാൻ വരില്ല. ഞാൻ നിർബന്ധിച്ചല്ലല്ലോ അവരങ്ങനെ പറഞ്ഞത്, അവരുടെ ഇഷ്ടപ്രകാരമല്ലേ. ഇതൊക്കെ ജ്വല്ലറിക്ക് വലിയ പബ്ലിസിറ്റിയാ, അതൊക്കെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിനാ. എങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഒരെങ്കിലും ഇല്ല. ബാ നമുക്ക് വെച്ച് താമസിപ്പിക്കണ്ട, വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടും ഇറങ്ങാണ് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഗോവിന്ദനെ കാണിക്കുന്നത്. ഗോവിന്ദൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ കനക കൊണ്ടുപോയി ചായ കൊടുക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞാൽ ഇനി വേപ്പില വേണ്ടി വരുമോ? വേണ്ടി വരുന്നു തോന്നുന്നില്ല, വേണ്ടി വരുമെങ്കിൽ സുമതി ചേച്ചി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കൊണ്ടുവന്ന ഹോമിയോ മരുന്ന് മുടങ്ങാതെ കഴിക്കണം. ചിക്കൻ ബോക്സ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. വലിയ കഷ്ടമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ അവിടെ ആർക്കോ ചിക്കൻ ബോക്സ് ഉണ്ട്, നമ്മുടെ കനകയ്ക്ക് തന്നെയാണ് കേട്ടോ ചിക്കൻ ബോക്സിന്റെ ഒരു ചെറിയ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ നയനയും ആദർശും കൂടെ വരികയാണ് ആ ഒരു അവാർഡ് കാണിക്കാനും മൊമെന്റോ കാണിക്കാനാട്ടോ വരുന്നത്. അങ്ങനെ അതും കൈ പിടിച്ചോണ്ട് വരുന്ന നമ്മുടെ നയനയെ കണ്ടത് ഒരുപാട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കനകയും ഗോവിന്ദനും. ഒരച്ഛനും അമ്മയ്ക്കും ഇതിൽ കൂടുതലും അഭിമാനിക്കാൻ വേറൊന്നും വേണ്ടല്ലോ, അതുപോലെ ഒരു നിമിഷമാണല്ലോ നമ്മുടെ നയനയുടെ കഴിഞ്ഞത്. അങ്ങനെ ആദർശ നയനയും കൂടെ അകത്തേക്ക് കയറി വന്നു. അങ്ങനെ കനകദുർഗി അവാർഡ് അങ്ങ് മേടിച്ചിട്ട് അങ്ങ് ഉമ്മ കൊടുക്കാണ്. എന്നിട്ട് ആദർശനോട് ചോദിച്ചു, അല്ല മോനെ ചടങ്ങിന് നിന്റെ അമ്മ പങ്കെടുക്കുന്നു പറഞ്ഞിട്ട് ടിവിയിലൊന്നും കണ്ടില്ലല്ലോ? അപ്പം നമ്മുടെ നയന പറഞ്ഞു, അത് പിന്നെ സദസ്സിലുണ്ടായിരുന്നു, ഞാൻ അവാർഡ് മേടിച്ച് നോക്കിയപ്പോഴത്തേക്കും ആളെ കണ്ടില്ല. അപ്പം ഗോവിന്ദൻ പറഞ്ഞു, മോള് വാശി പിടിച്ചോണ്ടായിരിക്കും വന്നതല്ലേ, അത്രയും നേരം അവിടെ ശ്വാസം മുട്ടിയായിരിക്കും ദേവയാനി ചേച്ചി ഇരുന്നത്. ഏതായാലും ഇവൾ അവാർഡ് മേടിക്കുന്നതിന് അമ്മ സാക്ഷിയായല്ലോ അച്ഛാ, അത് തന്നെ വലിയ കാര്യമല്ലേ. അതെ 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 മോൻ പറഞ്ഞത് ശരിയാ. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ നയന ചോദിക്കുന്നത് കേട്ടോ, എന്തിയെ നന്ദു എന്തിയെന്ന്. അപ്പോഴത്തേക്കുമാണ് കനക പറഞ്ഞത്, അയ്യോ മോൾ അകത്തുണ്ട്, പക്ഷെ കാണാൻ പോകണ്ട. അത് ഞാൻ നേരത്തെ കനകയ്ക്ക് ചിക്കൻ ബോക്സ് പറഞ്ഞില്ല, കനകയ്ക്കല്ല കേട്ടോ ചിക്കൻ ബോക്സ് നമ്മുടെ നന്ദുവിനാണ്. അപ്പോഴത്തേക്കുമാണ് നയന ചോദിച്ചത്, അതെന്ത് പറ്റി അവളെ കാണാൻ പോകണ്ടെന്ന്? അത് പിന്നെ അവൾക്ക് ചിക്കൻ ബോക്സോ? അയ്യോ ചിക്കൻ ബോക്സോ? ഭയങ്കര ചൂടല്ലേ, വെയിലത്ത് കറങ്ങി നടക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ട്രെയിനിങ് ക്യാമ്പിനേക്കിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് കൂട്ടുകാരെ ഒന്നും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഏത് നേരവും ചുറ്റലും കറങ്ങലും കൂട്ടുകാരെ കാണലൊക്കെ തന്നെയാ. അതുകൊണ്ടല്ലേ ഈ കേസുകൾ ഓരോന്നുണ്ടാകുന്നത് എന്ന് കനകയും പറഞ്ഞു. എന്നിട്ട് കനക പറഞ്ഞു, ഇനിയിപ്പോൾ ഏതായാലും കുറച്ച് ദിവസം അടങ്ങിയിരിക്കുമല്ലോ, വീടിനകത്ത് കാണുമല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പൊ നയന പറഞ്ഞു, അമ്മേ അവർക്ക് കൂടുതലായിട്ടൊന്നും ഇല്ലല്ലോ, ചിക്കൻ ബോക്സ് അത്ര വലിയ രോഗമൊന്നും അല്ല മോളെ, പേടിക്കാനൊന്നുമില്ല. അത് വന്നിട്ട് പോകാൻ ഒരു 7-8 ദിവസം എടുക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ നയനയുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നന്ദു ഇങ്ങനെ നോക്കുകയാണ്, നന്ദു അല്ല നയന ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് നയന പറഞ്ഞു, ദേ ഇത് നന്ദുവാ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഞങ്ങൾ വന്ന് അറിഞ്ഞു, അവിടെ ഫോട്ടോ അയച്ചു തന്നേക്കുവാന്ന് പറഞ്ഞപ്പോൾ ബെഡില് വേപ്പില വെച്ച് കിടത്തിയേക്കുവാ മോളെ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകണ്ട, അങ്ങോട്ടേക്ക് പോയാൽ ശരിയാവില്ല. പിന്നെ ഹോമിയോ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്, ഹോമിയോപ്പതിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുമല്ലോ. അവാർഡ് അവളെയും കൂടെ കാണിക്കാൻ ആവേശത്തോടു കൂടി വന്നത്. ആ സമയത്ത് ഇങ്ങനെ ഒരു വാർത്തയാണല്ലോ അമ്മ കേട്ടത്. അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അതെ എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ വിളിക്കണേ, പഴയ പോലെ ഈ രോഗത്തിന് ഇപ്പോൾ 2-3 ആഴ്ച വിശ്രമം ഒന്നും വേണ്ട, രോഗം പെട്ടെന്ന് മാറാനുള്ള മരുന്നൊക്കെ ഇപ്പോൾ ഉണ്ട്. ചിക്കൻ ബോക്സ് വരുന്നത് ദേവിയുടെ അനുഗ്രഹം എന്ന് പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട്. നമ്മളിനി അതല്ല, അവളിനി പുതിയ ജീവിതത്തിലേക്ക് കിടക്കാൻ പോലെ, അത് ചിലപ്പോൾ നല്ലതിനായിരിക്കും, അതുകൊണ്ടായിരിക്കും. എങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അപ്പൊ ആദർശ് പറഞ്ഞു, അയ്യോ ഒന്നും വേണ്ടമ്മേ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്, നല്ല ചൂടത്തുനിന്നല്ലേ വന്നത്, ഒരു ഗ്ലാസ് നല്ല തണുത്ത മോരുവെള്ളം എടുക്കാം, അത് കുടിച്ചിട്ട് പോയാൽ മതി, മോള് കയറി വാ എന്നും പറഞ്ഞ് നയനയും കൂട്ടി നമ്മുടെ കനക അകത്തേക്കും പോയി. ആദർശും ഗോവിന്ദനും കൂടെ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ പറയുക, നന്ദിയുണ്ട് മോളെ, വീട്ടിനകത്ത് തളയ്ക്കപ്പെട്ട മോളെ നിങ്ങളാ പുറത്തിറക്കിയത്, നീ കാരണോ ആദർശ് കാരണോ ഈ ഒരു അംഗീകാരമൊക്കെ കിട്ടിയത്,
അച്ഛനുണ്ടല്ലോ അവളുടെ കഴിവിനെ കുറച്ച് കാണണ്ട. അവള് വീടിന് പുറത്തേക്ക് ഇറക്കിയതും ജോലി കൊടുത്തൊക്കെ ഞാൻ തന്നെയാ. പക്ഷെ അവൾക്ക് ഈ അവാർഡ് കിട്ടിയത് എൻ്റെ ഒരു റെക്കമെൻഡേഷനും കൊണ്ടല്ല. അത് അവര് സ്വയം കൊടുത്തതാ. അറിവുള്ളവര് അവളുടെ അറിവിനെ കണ്ടറിഞ്ഞ് അംഗീകരിച്ചതാ. അതില് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ ജ്വല്ലറിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരസ്യം തന്നെയാ. ഇനി ഞങ്ങളുടെ ജ്വല്ലറി വെച്ചടി കയറ്റമായിരിക്കും. അല്ല, അച്ഛന്റെ മോളുടെ പേരില് ഇപ്പൊ ഒരു ജ്വല്ലറിയുടെ ആ ഒരു കളക്ഷൻസ് തന്നെ ഇറങ്ങി കഴിഞ്ഞു. നയന കളക്ഷൻസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഗോവിന്ദൻ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.